നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ ഒരുപാട് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും. നമ്മുടെ സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ. എന്നാൽ ചില ടീച്ചേഴ്സ് ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാവും. ബിക്കോസ് അവർ നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല നമ്മളെ സ്വാധീനിക്കുക കൂടെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു യഥാർത്ഥ ടീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുമ്പോൾ അവർ നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല സ്വാധീനിക്കുക കൂടെ ചെയ്യുന്നവരാണ്. യെസ്, സോ അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഇങ്ങനെ നമ്മുടെ സ്കൂളിലും കോളേജിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല അല്ലേ. അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ MM ഗനി അവാർഡ് കൊടുത്തുകൊണ്ട് രണ്ട് മികച്ച അധ്യാപകരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള രണ്ട് മികച്ച അധ്യാപകരെ ഇന്ന് എന്താ പറയുക ആദരിക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ റേഡിയോ CU ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി EMS കോംപ്ലക്സിലാണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ പ്രൊഫസർ MM ഗനി അവാർഡ് ദാന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് കാണാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2022 അക്കാഡമിക് ഇയറിൽ പ്രൊഫസർ MM ഗനി അവാർഡിന് അർഹയായിട്ടുള്ള ഡോക്ടർ ബീന ജോസ് മാമാണ്, ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് മാമാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മാമിന് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലറായ പ്രൊഫസർ MM ഖനിയുടെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ ഒരു അവാർഡ് റിസീവ് ചെയ്യാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് വളരെ അഭേദ്യമായ ബന്ധം ആണ് ഞങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരു വിമല കോളേജിൻ്റെ പ്രിൻസിപ്പൾ എന്ന നിലയിലും അല്ലാതെയും. കാരണം ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റായിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് MSc ഇവിടെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഡോക്ടർ P മുഹമ്മദ് ഷാഫിയുടെ കീഴിൽ PhD എടുക്കുവാനായിട്ടുള്ള അവസരവും ലഭിച്ചു. അന്ന് മുതൽ യൂണിവേഴ്സിറ്റിയോട് വലിയ ബന്ധമാണുള്ളത്. ഇന്നും യൂണിവേഴ്സിറ്റി ഒരുപാട് സപ്പോർട്ട് കോളേജിനും എല്ലാ തരത്തിലും ചെയ്തു വരുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറോടും എല്ലാ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ അധികാരികളോടും. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സൗഹൃദത്തിനും സപ്പോർട്ടിനും വിമല കോളേജിൻ്റെ പേരിലും എൻ്റെ പേരിലുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ MM ഗനി അവാർഡിന് അർഹയായിട്ടുള്ള നമ്മുടെ ഡോക്ടർ ബീന ജോസ് മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗായിട്ടുള്ള വിമല കോളേജിൽ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന മാം നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ മാമിൻ്റെ സ്റ്റുഡൻസ് കൂടെയുണ്ട്. സോ ഈ ഒരു അവാർഡിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ബ്രില്യൻറ്റ്. അത് ശരിക്കും നല്ല ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റിന് തന്നെയാണ് ഇപ്രാവശ്യത്തെ ഖനി അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് ട്രൂ. കാരണം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് വെരി കോമൺ ടു സീ ആൻ അക്കാഡമീഷ്യൻ ആൻഡ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. സിസ്റ്ററിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടിൻ്റെയും ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. ഷീ ഈസ് എ ബ്രില്യൻറ്റ് അക്കാഡമീഷ്യൻ ആൻഡ് എൻ ഔട്ട്സ്റ്റാൻഡിങ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ആ കോമ്പിനേഷൻ ഇസ് വെരി റെയർ. ടോച്ച് ഫെലോഷിപ്പ് ഉള്ള, ഓക്സ്ഫോർഡ് ഫെലോഷിപ്പ് ഉള്ള, സാന്റാ ക്ലാര USA പോസ്റ്റ് ഡോക്ടറൽ കഴിഞ്ഞിട്ടുള്ള കെമിസ്ട്രിയുടെ ഒരു പേറ്റൻറ്റഡ് സയൻറ്റിസ്റ്റിന് അല്ലെങ്കിൽ ഒരു അത്രയും പിവറ്റലായിട്ടുള്ള പല ഫെലോഷിപ്സും കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു സെർബ് ഫെലോഷിപ്പും കിട്ടിയിട്ടുണ്ട് സിസ്റ്ററിന്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു പിനക്കിൾ ഓഫ് എക്സലൻസിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഐ തിങ്ക് ദിസ് ഈസ് അനദർ ഫെദർ, എ ഗോൾഡൻ ഫെദർ ഇൻ ഹർ ക്രൗൺ അഗൈൻ. അപ്പോൾ വി ആർ റിയലി പ്രൗഡ് ഓഫ് ഹർ. ഒരു ശരിക്കും ബ്ലെസ്സിങ് ആണ്. പല പ്രിൻസിപ്പൾസും ഓഫ് കോഴ്സ് കാരണം എന്താ വെച്ചാൽ പല പ്രിൻസിപ്പൾസും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അക്കാഡമീഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു കോമ്പിനേഷൻ വരിക എന്ന് പറയണത് അത് റെയറാണ്. ഇറ്റ് ഹാപ്പൻസ് ഇൻ മെനി ഇയേഴ്സ്. ഒരു പല ഡെക്കേഡ്സിലും ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു സംഭവമാണത്. സോ വി ആർ റിയലി റിയലി പ്രൗഡ് ആൻഡ് ബ്ലെസ്ഡ് ടു ഹാവ് ഹർ വിത്ത് അസ്. യെസ്, സോ മാമിൻ്റെ കൊളീഗിൻ്റെ ഒരു ഒപ്പീനിയനാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് മാമിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയൻ ഒന്ന് കേൾക്കാം. മാമിൻ്റെ കെമിസ്ട്രി ടീച്ചറാണ് അല്ലേ, അതുപോലെ തന്നെ പ്രിൻസിപ്പളാണ്, ഇവരുടെ കെമിസ്ട്രി ടീച്ചറാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇങ്ങനൊരു അവാർഡ് ഏർപ്പെടുത്തിയതിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക എക്സൈറ്റഡ് ആൻഡ് ഹാപ്പിയാണ്. അപ്പോൾ സിസ്റ്ററുടെ കൂടെ ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നതിൽ ഞങ്ങൾ ശരിക്കും പ്രൗഡാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് കൂടുതലായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നല്ല, അത്രത്തോളം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ വിമല കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിസ്റ്ററുടെ ആ ഒരു പേര് പറയുമ്പോൾ നമുക്ക് വെരി പ്രൗഡ്. യെസ്, സോ നമ്മുടെ പ്രൊഫസർ MM ഗനി അവാർഡിന് അർഹനായിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വൈഫ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്, റേഡിയോ സിയോടൊപ്പം ജോയിൻ ചെയ്യാണ്. സോ മാം എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? ഈ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലറായിരുന്ന MM ഗനിയുടെ പേരിലുള്ള അവാർഡ് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ജീവിതവും
ഔദ്യോഗിക ജീവിതവും മിക്കവാറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെടുത്തി തന്നെയായിരുന്നു. മട്ടന്നൂർ NSS കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും BCom കഴിഞ്ഞ ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MCom PhDയും കരസ്ഥമാക്കി. പിന്നീട് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെയുള്ള ചുങ്കത്തറ മാർത്തോമ കോളേജിലാണ് 31 വർഷമായി സേവനം അനുഷ്ഠിക്കുന്നത്. ആ കോളേജിലെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് ഗൈഡായും വർക്ക് ചെയ്തു വരുന്നു. കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ അക്കാദമിക രംഗങ്ങളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, അക്കാദമിക് ഫാക്കൽറ്റി മെമ്പർ, അക്കാദമിക് കൗൺസിൽ മെമ്പർ, സെനറ്റ് മെമ്പർ എന്നീ മേഖലകളിലെല്ലാം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അവസരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവാർഡ് വളരെ അഭിമാനത്തോടെ അദ്ദേഹം സ്വീകരിക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ചെറുപ്പം മുതൽ ഈ നിലയിലേക്ക് എത്തിച്ച മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ചുങ്കത്തറ മാർത്തോമ കോളേജ് അധികാരികളെയും വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. വീണ്ടും നല്ല നല്ല സ്ഥലങ്ങളിൽ നന്നായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൂടെ അവാർഡ് ലഭിച്ച സിസ്റ്റർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും യൂണിവേഴ്സിറ്റിക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. യെസ്, തിരക്കുകൾ കാരണം സാർക്ക് ഇന്ന് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. സാറിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മോളും പിന്നെ കൊളീഗ്സ് എല്ലാം നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ സാറിന് റേഡിയോ സിയുടെ ഭാഗത്തുള്ള ഒരു കൺഗ്രാറ്റുലേഷൻസ് കൂടെ അറിയിക്കാം കേട്ടോ. സോ താങ്ക് യു.